வணக்கம் வணக்கம். ഇന്ന് യേശുവിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു വെളിപ്പെടുത്തലിനെ കേന്ദ്രീകരിച്ച് അത് നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അവസ്ഥയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ഉള്ളടക്കം ഒന്ന് പരിചയപ്പെടുക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ തൻ്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ വിവിധ മുഖങ്ങൾ യേശു നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രം കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ ഒരുമിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കുക എന്നതാണ് ലക്ഷ്യം. അത് ഇപ്രകാരമാണ്: ഞാൻ ബദ്ധിതരെ വിടുവിക്കാനായി വന്നിരിക്കുന്നു. ഞാൻ ബദ്ധിതരെ വിടുവിക്കുവാനായി വന്നിരിക്കുന്നു. ഇത് നമ്മുടെ മനസ്സിൽ പതിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ മുറിച്ച് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: I have come to set the captives free. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം അടിമത്വത്തിലാണോ വസിക്കുന്നത്? നാം അടിമത്വത്തിലല്ല എങ്കിൽ, നാം യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും പ്രയോജനപ്പെടുത്തുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നവരാണ് എങ്കിൽ, യേശുവിൻ്റെ ദൗത്യവും നമ്മുടെ അവസ്ഥയുമായി വലിയ ബന്ധമൊന്നുമില്ല. ഒരുപക്ഷെ നമുക്ക് യേശുവിനെ കൊണ്ട് ആവശ്യമില്ല. യേശു പറഞ്ഞു, രോഗികൾക്കല്ലേ വൈദ്യരെ കൊണ്ട് ആവശ്യമുള്ളൂ. അടിമത്വം എന്നത് ആത്മീയമായ രോഗമാണ്. ആ രോഗമില്ലാത്ത ആളുകൾക്ക് യേശു എന്ന ഈ വൈദ്യനെ ആവശ്യമില്ല. യേശുവിനെ ഒരു സർവശ്രേഷ്ഠനായ വൈദികനായിട്ടാണ്, അത് ഗ്രേറ്റ് ഫിസിഷ്യൻ ആയിട്ട് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പൊതുവെ മനസ്സിലാക്കാത്തൊരു കാര്യം, യേശുവിൻ്റെ ദൃഷ്ടിയിൽ മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രോഗം, മഹാമാരി, അടിമത്വമാണ് എന്നുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം ഈ അടിമത്വത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിവിധ വിമിഷ്ടങ്ങളും രോഗലക്ഷണങ്ങളുമാണ്. ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പം മനുഷ്യർ എന്തുകൊണ്ടാണ് അധ്വാനിക്കുന്നത്, ഭാരം ചുമക്കുന്നത്, ഈ അരിഷ്ടതയിലും കഷ്ടത്തിലും കഴിയുന്നതെന്ന് ചോദിച്ചാൽ, അവർ അടിമകളായതുകൊണ്ടാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, അവൻ്റെ വിവിധമായ അവസ്ഥകളെ ദൈവം വിഭാവന ചെയ്തു. അതൊക്കെ നോക്കിയിട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം എന്താണ് കാണുന്നത്? നല്ലത് നല്ലത് നല്ലത്, വളരെ നല്ലത് എന്ന് ദൈവം കണ്ടു. എന്നാൽ ഇപ്പോൾ നാം നോക്കുമ്പോൾ തിന്മയാണ് തിന്മയാണ് തിന്മയാണ്, എല്ലാം അസഹനീയമായ തിന്മയാണ്, എല്ലാം മോശമാണെന്ന് മാത്രമേ നമുക്ക് നമ്മെപ്പറ്റി ചിന്തിക്കുവാൻ സാധിക്കുന്നുള്ളൂ. പരിഭവത്തോടെയാണ് ലോകത്തിലെല്ലാവരും ജീവിക്കുന്നത്. വലിയ വലിയ നേട്ടങ്ങളുള്ളവരും അപ്രകാരം തന്നെയാണ്. ഈ ഒരു അവസ്ഥ നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ആദ്യമായി നാം ധരിക്കേണ്ടത്, നാം എല്ലാവരും ആത്മീയമായ അടിമകളാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ന്യായമായും ചോദിക്കാം, ഈ അടിമത്തം കൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏത് വിധത്തിലാണ് ഞങ്ങളിപ്പോൾ അടിമകളായിട്ടാണ് കഴിയുന്നത് എന്ന് താങ്കൾ പറയുന്നത്? അപ്പോൾ അത് അല്പം ഒന്ന് വിശദീകരിക്കുവാനുള്ള ബാധ്യസ്ഥത എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കട്ടെ. അടിമ എന്ന അവസ്ഥ അല്ലെങ്കിൽ ആശയം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നാം ഏത് സ്ഥിതിയിൽ ആയിരിക്കണമോ അതിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടു. ഞാൻ വളരെ സ്ലോ ആയിട്ട് പറയുന്നത് ഈ ആശയം വ്യക്തമാകുന്നതിന് വേണ്ടിയാണ്. നാം എപ്രകാരമായിരിക്കണം, ഏതവസ്ഥയിലായിരിക്കണം, ഏത് തരത്തിലുള്ള വ്യക്തിത്വം ഉള്ളവരായിരിക്കണം, ഏത് ലക്ഷ്യത്തോടുകൂടെ ജീവിക്കണം, എത്ര ധന്യമായ അവസ്ഥകൾ നാം പ്രാപിക്കണം, ഇങ്ങനെയുള്ള ആ ഒരു ലക്ഷ്യം, അതിൽ നിന്ന് അല്ലെങ്കിൽ സാധ്യത, അതിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട് ദൂരീകരിക്കപ്പെട്ട്
മറ്റേതോ അവസ്ഥയിലായിരിക്കുന്നു. ആ അവസ്ഥയിലായിരിക്കുമ്പോൾ നമുക്കറിയാം ഇതല്ല നമ്മുടെ യഥാർത്ഥത്തിലുള്ള നാം അർഹിക്കുന്ന അവസ്ഥ. എന്നാൽ മറ്റതിനെപ്പറ്റി നേരിയ ബോധമുണ്ടെങ്കിലും അവിടേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥയാണ് അടിമത്തത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരടിമയുടെ ജീവിതത്തിലെ അനിഷ്ടത എന്താണെന്ന് ചോദിച്ചാൽ, അവന് ദേഹത്ത് അടികൊള്ളുന്നു അല്ലെങ്കിൽ അവൻ അപമാനിതനാകുന്നു എന്നുള്ളതല്ല. അത് പ്രയാസം തന്നെയാണ്, നല്ല കാര്യമല്ല. പക്ഷെ ഒരു അടിമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ആരായിത്തീരണം, അവൻ എന്തായിത്തീരണം, അവൻ ഏത് ഉദ്ദേശത്തോടുകൂടെ ജീവിക്കണം, ഏത് ജീവിത ദർശനം പാലിക്കണം, ഇതൊന്നും തീരുമാനിക്കാൻ അവന് വ്യക്തിപരമായ സ്വാതന്ത്ര്യമില്ല, അവകാശമില്ല. അതെല്ലാം അവന് വേണ്ടി മറ്റാരോ ആണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അറിവും സങ്കല്പവും നിർദ്ദേശവും അനുസരിച്ച് മാത്രം ജീവിക്കാനും, സ്വന്തമായി ഒന്നും അന്വേഷിച്ച് കണ്ടുപിടിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെയും വ്യക്തിത്വത്തെയും ക്രമീകരിക്കാനും വളർത്തിയെടുക്കുവാനും സ്വാതന്ത്ര്യമില്ലാത്ത, അവകാശമില്ലാത്ത എല്ലാവരും അടിമത്വത്തിലാണ് കഴിയുന്നത്. എല്ലാവരും അടിമകളാണ്. ഇതാണ് ആത്മീയമായി അടിമത്വത്തിൻ്റെ വിവക്ഷ. ഈ ഒരു മാനദണ്ഡം നമ്മുടെ മനസ്സിൽ വെച്ച് നാം പരിഗണിക്കുമെങ്കിൽ നമ്മുടെ മതജീവിതത്തിൽ നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചെറിയ ചോദ്യമുണ്ട്. നമ്മുടെ മതജീവിതത്തിൻ്റെ സാരാംശമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായ അറിവെന്ന് നാം ധരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ അന്വേഷണത്തിൽ നാം മനസ്സിലാക്കിയതോ, നാം യഥാർത്ഥത്തിൽ അനുഭവത്തിൽ കൂടെ ഇത് അർത്ഥവത്താണ്, എൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഇത് അന്വർത്ഥമാണ്, അതുകൊണ്ട് ഞാൻ സ്വമേധയാ സന്തോഷത്തോടെ നിർവഹിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട ഒരവസ്ഥയാണ് എന്ന് കരുതി നമ്മൾ ആരും ചിന്തിക്കുന്ന ഒരംശം പോലുമില്ല. നമ്മുടെ മതപരമായ ജീവിതം നാം ഒന്ന് പരിശോധിച്ചാൽ, മതപരമായ നമ്മുടെ എല്ലാ അറിവുകളും നാം ആരംഭിക്കുന്നതിന് മുൻപേ നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. നാം ചോദിക്കുന്നതിന് മുൻപേ നമുക്ക് നൽകിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് ദാനങ്ങളാണ്, ഡെപ്പോസിറ്റുകളാണ്. അന്വേഷിക്കുന്നത് പോകട്ടെ, നാം ചോദിക്കുന്നതിന് മുമ്പേ നമുക്ക് നൽകപ്പെട്ട സാമഗ്രികളാണ് ഈ മതപരമായ ധാരണകൾ. നാം ചോദിക്കുന്നതിന് മുൻപേ നമുക്ക് ലഭിച്ച ഉത്തരങ്ങളാണ് നമ്മുടെ മതജീവിതത്തിൽ മുഴുവനും നിൽക്കുന്നത്. അതുകൊണ്ട് സത്യമായി പറഞ്ഞാൽ ഇതൊന്നും നമ്മുടേതല്ല എന്ന് പറയുമ്പോൾ പലർക്കും ഇതൊരു വിമിഷ്ടം വരുമെന്ന് എനിക്കറിയാം. പക്ഷേ സത്യമായിട്ട് നാം മനസ്സിലാക്കണം. ഇവിടെ യേശു പറയുന്നത് നിങ്ങൾ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമേ നിങ്ങളുടെ ആത്മാവ് പ്രവർത്തിക്കുകയുള്ളൂ. മറ്റാരെങ്കിലോ കണ്ടുപിടിച്ചു, മറ്റാരെങ്കിലും പറഞ്ഞോ, കേട്ടുകേൾവികൾ, കിംവദന്തികൾ ഇവ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഉണർത്തുകയോ നിങ്ങളുടെ ആന്തരികമായ സാധ്യതകൾക്ക് വീര്യം പകരുകയോ ചെയ്യുന്നതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്താകണമെങ്കിൽ, നിങ്ങളുടെ വ്യക്തിത്വത്തെ ഉണർത്തുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്നാൽ ഈ അന്വേഷണത്തിന് നമ്മെ അർത്ഥവത്തായി അന്വേഷിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നതിന് ഉതകുന്ന പല ഘടകങ്ങളുണ്ട്. അത് നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭയും അതിൻ്റെ പഠിപ്പീരുകളും താരിപ്പുകളുമാണ്. അത് ഉൾപ്പെട്ടിരിക്കുന്ന മതമാണ്. എന്ന് മാത്രമല്ല അതിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന മനുഷ്യരാശിയാണ്. എല്ലാറ്റിനും ഉപരിയായി സർവ്വചരാചരങ്ങളെ സൃഷ്ടിക്കുകയും അണ്ടകടാഹങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്ന സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ നിരന്തരമായ വെളിപ്പെടുത്തലുകളാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളാണ്, അനുഭവങ്ങളുടെ പ്രചോദനങ്ങളാണ്. ഇങ്ങനെ അനേകം കാര്യങ്ങൾ മനുഷ്യാവസ്ഥയിൽ നിരന്തരം ക്രിയ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവയൊക്കെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് വ്യക്തികളാണ്. പക്ഷേ അപ്രകാരം തീരുമാനിക്കാനും തിരഞ്ഞെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെയാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ
മറ്റുള്ളവർ പറഞ്ഞ ആശയങ്ങളും മറ്റുള്ളവർ നമ്മുടെ മനസ്സിൽ നിക്ഷേപിച്ച സങ്കല്പങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധങ്ങളും ഇത് മാത്രമാണ് ദൈവം, ഇത് മാത്രമാണ് സത്യം, ഇത് മാത്രമാണ് വഴി എന്ന് നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ, അത് മാത്രം നാം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ ഒരല്പം പോലും മുൻപോട്ട് നോക്കി പോയി ഇതെന്താണ്, എൻ്റെ ഈ അനുഭവത്തിൽ അതിൻ്റെ സത്യം എന്താണ്, അതിൻ്റെ സാധ്യതകൾ എന്താണ്, ഞാനിതുവരെ കേട്ടത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ അങ്ങനെ അന്വേഷിക്കുന്ന അപകടമാണ്. അങ്ങനെ അന്വേഷിച്ചാൽ സഭ കോപിക്കും, മുടക്കും എന്നൊക്കെ പേടിച്ചിരിക്കുന്നവൻ അടിമ തന്നെയാണ് എന്നാണ് യേശുവിൻ്റെ പക്ഷം. അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ആവശ്യം നമുക്കുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി ഞാൻ പ്രതിപാദിക്കാൻ പോവുകയാണ്. ഓരോ വ്യക്തിയും അവൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ പഠിപ്പിൻ്റെ വെളിച്ചത്തിൽ മാത്രം നാം ചിന്തിക്കുമ്പോൾ തിരിച്ചറിയേണ്ട അനേക പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് ഞാൻ കരുതുന്ന 2 ആത്മീയമായ സത്യങ്ങളുണ്ട്. ഒന്ന്, നാം ഓരോരുത്തരും പ്രത്യേകതയുള്ള വ്യക്തിത്വം പ്രാപിച്ച് ആ വ്യക്തിത്വ പ്രത്യേകതയുടെ പുറകിൽ വർത്തിക്കുന്ന സൂക്ഷ്മമായ ദൈവികമായ ഉദ്ദേശത്തെ പേറുന്നവരാണ്. കുറച്ചുകൂടെ വ്യക്തമാക്കട്ടെ. ദൈവം ഓരോ സൃഷ്ടിയെയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രത്യേകതകളിൽ കൂടെയാണ്. നാം എല്ലാവരും മനുഷ്യരാശിയുടെ അംശങ്ങളാണെങ്കിലും അതിൽപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയും പ്രത്യേകതയുള്ള വ്യക്തിത്വത്തിന് ഉടമകളാണ്. തീർച്ചയായും അതിനൊരു ഉദ്ദേശം കാണും. ഉദ്ദേശമില്ലാതെ ചെയ്യുന്നതൊന്നും സൃഷ്ടിയല്ല, അത് വെറും ചേഷ്ടികൾ മാത്രമാണ്. ദൈവം സൃഷ്ടികർത്താവാണ്, ദൈവം ചേഷ്ടികർത്താവല്ല. അർത്ഥവത്തായി തികച്ചും കൃത്യമായ ലക്ഷ്യബോധത്തോടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നാണ് യേശുവിൻ്റെ ദർശനത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുള്ളത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, വയലിലെ താമരയെ നോക്കുവേൻ, ആകാശത്തിൻ്റെ പറവുകളെ നോക്കുവേൻ, എല്ലാറ്റിനെയും ദൈവം വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും തൻ്റെ സൃഷ്ടിയിൽ അതിൻ്റെതായ സ്ഥാനവും മാനവും ദൈവം കൽപ്പിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ എല്ലാ അംശങ്ങളും അതിൻ്റെതായ ധർമ്മം നിർവഹിക്കുന്നുണ്ട്. മനുഷ്യന് മാത്രം ദൈവം സ്വാതന്ത്ര്യമൻ്റെ പൂർണ്ണതയിൽ നൽകിയിരിക്കുന്നത് കൊണ്ട് ദൈവം അവന് വിഭാവന ചെയ്ത ലക്ഷ്യത്തിൽ നിന്ന് വേറിട്ട്, മുടിനാവത്തിൻ്റെ ഉപമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൂരദേശത്തേക്ക്, അന്യദേശത്തേക്ക് സഞ്ചരിക്കാനുള്ള അവകാശവും അവന് നൽകിയിട്ടുണ്ട്. അത് അടിമത്തത്തിലേക്കുള്ള യാത്രയാണ് എന്ന് ആ ഉപമ നമ്മെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടെയാണ്. ആ ഉദ്ദേശം നമ്മളിൽ കൂടെ അല്ലാതെ ലോകത്തിൽ മറ്റാരിൽ കൂടെ നിർവഹിക്കാൻ സാധ്യമല്ല. മനുഷ്യരാശിയുടെ ആവിർഭാവം തൊട്ട് നാളിതുവരെ, അല്ല ചരിത്രം അവസാനിക്കുന്നത് വരെ കോടാനുകോടി മനുഷ്യരുണ്ടായാൽ അതിൽ ഒരു വ്യക്തി പോലും മറ്റൊരു വ്യക്തിയെ പോലെ ആയിരിക്കുകയില്ല. കാരണം ഓരോ വ്യക്തിയും ഈ ലോകത്തിൽ പിറന്നു വീഴുന്നത് അല്ലെങ്കിൽ ആക്കി വയ്ക്കപ്പെടുന്നത് ദൈവികമായ ബൃഹത്തായ പദ്ധതിയുടെ ചില അംശങ്ങൾ അവനിൽ കൂടെ അവളിൽ കൂടെ മാത്രം വെളിപ്പെട്ട് വരുന്നതിന് വേണ്ടിയാണ്. നാം എത്ര താണ ആളുകളാണെങ്കിലും, എത്രമാത്രം നിസ്സാരമാണ് നാമെന്ന് നമുക്ക് തോന്നിയാലും മറ്റുള്ളവർക്ക് തോന്നിയാലും, നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായ ഉദ്ദേശത്തോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു രാജാവിനും ഒരു ഭിക്ഷാന്തേഹിക്കും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരേ വിലയാണുള്ളത് എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മനുഷ്യരുടെ മുമ്പിൽ, ആരുടെയും മുമ്പിൽ അനാവശ്യമായ തലകുനിക്കരുതെന്ന് യേശു പറയുന്നത്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരേ ഒരു യജമാനനെ ഉണ്ടാകാവൂ എന്ന് യേശു പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ പുറകിൽ വർത്തിക്കുന്ന ദൈവികമായ ഉദ്ദേശവും നിങ്ങളെ കൊണ്ട് മാത്രം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശവും നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ പിന്നെ ലോകത്തിൽ ആരുടെയും മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുകയില്ല. നിങ്ങളെ തന്നെ ആരുടെയും മുമ്പിൽ ചവിട്ടുകൊറ്റയാക്കി മാറ്റുകയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകമായ പരിപാവനമായ കടമയാണ്. നാം ആരാണെന്ന് തിരിച്ചറിയുക, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവികമായ ഉദ്ദേശം നമ്മളെ കൊണ്ട് മാത്രം നിർവഹിക്കാവുന്ന കാര്യം
ദൈവികമായ ലക്ഷ്യം അത് തിരിച്ചറിഞ്ഞ് അതിനോട് വിശ്വസ്തത പാലിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നു. അതിന് മനുഷ്യബുദ്ധിയെ കവിയുന്ന വിലയുണ്ടാകുന്നു. ഇതൊരു ആത്മീയമായ സത്യമാണ്. ഇത് വിശ്വസിക്കാത്തവൻ ആത്മീയമായ ജീവിതം ആരംഭിക്കുന്ന പോലുമല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് സുപ്രധാനമായ ആത്മീയമായ സത്യം, ദൈവം എന്നത് ഒരു മനുഷ്യൻ്റെയും ബുദ്ധിയിലും ഫോർമുലയിലും താരിഫിലും പാരമ്പര്യത്തിലും അടങ്ങുന്ന ഒരു പ്രതിഭാസമല്ല. എല്ലാറ്റിനെയും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്ന് ഞായറാഴ്ച തോറും പള്ളിയിൽ അച്ഛൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ അങ്ങനെ പറയുന്ന അച്ഛനും ഇതിൻ്റെ അർത്ഥം പറയാതെയാണ് ഇത് ഉച്ചരിക്കുന്നത് എന്നതിൻ്റെ തെളിവ് ഞാൻ തരാം. ദൈവത്തിൻ്റെ സമാധാനം സകല ബുദ്ധിയെയും കവിയുന്നതാണ് എന്ന് യാന്ത്രികമായി ഉരുവിടുന്ന പാതിരി കത്തനാര് ദൈവം എൻ്റെ ബുദ്ധിയിൽ അടങ്ങുന്നവനാണ് എന്ന് നിർബന്ധിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ പാരമ്പര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു, എൻ്റെ പാരമ്പര്യത്തെ കവിഞ്ഞ് ദൈവമൊന്നുമില്ല എന്ന് ഒരു പാതിരി, ഒരു മെത്രാൻ, ഒരു കത്തനാർ വിശ്വസിക്കണമെങ്കിൽ സകല ബുദ്ധിയും കവിഞ്ഞ ദൈവസമാധാനം എന്ന് പറയുവാൻ അവന് യാതൊരു അവകാശവുമില്ല. അവനിൽ സത്യത്തിൻ്റെ ഒരു കണികയുണ്ടെങ്കിൽ. പക്ഷെ ഇങ്ങനെയുള്ള പൊരുത്തക്കേടുകൾ തിരിച്ചറിയുവാൻ കഴിയാത്തതിൻ്റെ കാര്യം മനുഷ്യൻ പുരോഗതി യാന്ത്രികമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവിടുന്നത്. അതുകൊണ്ട് പരസ്പരമായി ബന്ധിച്ച് ചിന്തിക്കുവാനുള്ള ശക്തി, കഴിവ്, പരിശീലനം അവർക്കില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് ദൈവം എന്ന സങ്കല്പം നാം നാളിതുവരെ അറിഞ്ഞതിനും നമ്മളോട് പറഞ്ഞതിനും നാം കേട്ടതിനും ഓരോരോ സമ്പ്രദായങ്ങൾ, പാരമ്പര്യങ്ങൾ വെച്ചു പുലർത്തുന്ന ചില ധാരണകളുടെ ആകത്തുകയ്ക്ക് എത്രയോ അതീതമാണ് എന്നത് ആത്മീയതയുടെ, മതത്തിൻ്റെ അല്ല, ആത്മീയതയുടെ ഒരു സുപ്രധാന സങ്കല്പമാണ്. ഇവിടെ മതങ്ങൾ ആത്മീയതയ്ക്ക് ഘടകവിരുദ്ധമാകും. ഓരോ മതവും നിഷ്കർഷിക്കുന്നത് ദൈവത്തിൻ്റെ ABCD, ദൈവത്തിൻ്റെ A തൊട്ട് Z വരെയുള്ള എല്ലാ കാര്യവും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അറിയുന്നതിനപ്പുറത്തൊരു ദൈവമില്ല. ദൈവത്തെ ഞങ്ങളുടെ കൈവെള്ളയെ ഞങ്ങൾ കൊണ്ടു നടക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, അനിഷ്ടം എന്താണ്, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് എങ്ങനെയാണ്, ദൈവത്തെ അപ്രീതിപ്പെടുത്തുന്നത് എങ്ങനെയാണ്, ദൈവത്തിന് എന്താണ് താല്പര്യം, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ദൈവം ആരെയൊക്കെ സ്നേഹിക്കും, ദൈവം ആരെയൊക്കെ വെറുക്കും, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അറിയുന്നതിനപ്പുറത്തൊരു ദൈവമില്ല. ആ സങ്കല്പത്തിൻ്റെ പേരാണ് ബിംബാരാധന എന്നുള്ളത്. ദൈവത്തെ ഒരു ബിംബമാക്കി ഒതുക്കാതെ ഒരു മതത്തിലും ദൈവത്തെ പൂർണ്ണമായി അറിയുന്നു എന്ന സങ്കല്പത്തിന് യാതൊരു വിധത്തിലുള്ള ന്യായീകരണവുമില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ അന്വേഷിപ്പീൻ. എന്തന്വേഷിക്കണം? നിങ്ങൾ എന്നെ അന്വേഷിപ്പീൻ, നിങ്ങൾ ദൈവത്തെ അന്വേഷിപ്പീൻ, നിങ്ങൾ പൂർണ്ണത അന്വേഷിപ്പീൻ. അങ്ങനെ നിർദ്ദേശിക്കേണ്ട കാര്യം എന്താ? എല്ലാ മതങ്ങളും പരിമിതമായത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ യേശു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, നിങ്ങൾ ആചാരങ്ങളെ മുറ തെറ്റിക്കാതെ അതുപോലെ അനുഷ്ഠിക്കുവനെന്ന് പറഞ്ഞാൽ മതിയല്ലോ, ആചാരങ്ങളെ നിലനിർത്തണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതല്ല യേശു പറയുന്നത്. നിങ്ങൾ അന്വേഷിപ്പനെന്ന് പറഞ്ഞാൽ ഇതുവരെ വെളിപ്പെടുത്തപ്പെട്ടത് കൊണ്ടൊന്നും നിങ്ങൾ തൃപ്തരാകരുത്, ഇതുവരെ നിങ്ങൾ അറിഞ്ഞത് കൊണ്ടെല്ലാം പൂർത്തിയായി നിങ്ങൾ പറയരുത്. നിങ്ങൾ പ്രത്യേകിച്ച് ദൈവത്തോട് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ഒന്നും അറിയാൻ വയ്യാത്തവരായി ഇനിയും എത്രയോ നൂറ്റാണ്ടുകൾ അന്വേഷിച്ചാലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു വലിയ മേഖലയാണിതെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ എൻ്റെ ബുദ്ധിയിൽ പെടുകയുള്ളൂ. പക്ഷേ എൻ്റെ ബുദ്ധിയിൽ അല്ലെങ്കിൽ എൻ്റെ ബോധതലങ്ങളിൽ പതിക്കുന്ന ദൈവസങ്കല്പത്തിൻ്റെ ചെറിയ അംശത്തെ അതിനെ പൂർണ്ണതയോടുകൂടെ അന്വേഷിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് അതിനോട് വിശ്വസ്തത പാലിക്കുവാൻ, അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും അർത്ഥവത്തായ എൻ്റെ പൂർണ്ണ രൂപത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ എനിക്ക് എങ്ങനെയാണ് കഴിയുന്നതെന്ന് നിങ്ങൾ അന്വേഷിപ്പീൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എല്ലാ മതങ്ങളും അവ മറ്റുള്ളവരുടെ അനുഭവങ്ങളുടെ ആകത്തുകയാണ്. ഞാൻ പ്രത്യേകതയുള്ള, നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകതയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ്. അത് ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ മനോഹാരിതയും മാഹാത്മ്യവുമാണ്. എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത എൻ്റെ ശാപമല്ല, എൻ്റെ വലിയ സമ്പത്താണ്, വിലതീരാത്ത നിധിയാണ്. ആ പ്രത്യേകതയിൽ ഞാൻ
ഈ അഭൗമമായ ദൈവമെന്ന പ്രതിഭാസം, ലോകത്തിലെ ഒരു ബുദ്ധിക്കും ഒരു മതത്തിനും ഒരു സംവിധാനത്തിനും അതിൻ്റെ പൂർണ്ണതയിൽ അറിയാൻ കഴിയാത്ത ദൈവസങ്കല്പത്തെ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ഒരു അംശത്തോട് മാത്രം ഞാൻ ബന്ധം പുലർത്തുന്നു. ആ അംശത്തിൻ്റെ പൂർണ്ണത അന്വേഷിക്കുകയാണ് എൻ്റെ കടമ. അല്ലാതെ ദൈവത്തിൻ്റെ പൂർണ്ണത കണ്ടുപിടിച്ചിട്ട് അത് മാത്രമാണ് ദൈവം എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ നിരീശ്വരവാദിയായി തീരും, ഞാൻ മറ്റുള്ളവർക്ക് ശാപമായി തീരും. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ലോകത്തിൽ മതങ്ങൾ പരസ്പരം സ്പർദ്ധയിലും മനുഷ്യരെ പരസ്പരം വെറുക്കുകയും തമ്മിലടിപ്പിക്കുകയും ചെയ്യുന്ന പൈശാചിക സംവിധാനങ്ങളായി അധപ്പതിച്ചു പോയത് എന്ന് ദയവായി മനസ്സിലാക്കും. അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് മാത്രമാണ് ദൈവസങ്കല്പം, അവർ പറഞ്ഞതിനപ്പുറത്ത് ദൈവമില്ല എന്ന് പറയുന്ന ഈ മന്ദബുദ്ധികളുടെ സങ്കല്പം, ഈ മതമൊണ്ണത്തരം, അത് മാത്രം വിഴുങ്ങി അതിനനുസരിച്ച് ജീവിക്കാൻ മാത്രം കൂട്ടാക്കുകയും അതിന് മാത്രം സ്വാതന്ത്ര്യം മാത്രമേ എനിക്കുള്ളൂ എന്ന് വിശ്വസിച്ച് ആജീവനാന്തം കഴിയുന്നവരൊക്കെ അടിമകളാണ്. നിങ്ങൾ നിരന്തരമായി ദൈവത്തെ അന്വേഷിക്കുന്നവരാകണം. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവഹിതം എപ്രകാരം പ്രവർത്തിക്കണമെന്ന് ദൈവം സങ്കല്പിച്ചിരിക്കുന്നതിനെ ആരാഞ്ഞറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നു എന്ന അർത്ഥത്തിലാണ് യേശു പറയുന്നത്, വേദപുസ്തകം പറയുന്നത്, ദൈവത്തെ അനുസരിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. പുത്രൻ നിങ്ങളെ വിടുവിച്ചാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇങ്ങനെയുള്ള പ്രസ്താവനകളുടെ എല്ലാം ആശയം ഇത് തന്നെയാണ്. പുത്രൻ നിങ്ങളെ വിടുവിക്കുന്നത് ഒരു സമൂഹമായിട്ടല്ല. നിങ്ങൾ 4 സുവിശേഷം ഒന്ന് ശ്രദ്ധിപ്പീൻ. രക്ഷ എന്നത് വ്യക്തിപരമായ അനുഭവമാണ്. കൂട്ടം കൂട്ടമായിട്ട് ആരെയും രക്ഷിക്കുന്നില്ല, ആരും രക്ഷപ്പെടുന്നുമില്ല. രക്ഷ എന്നത് വ്യക്തിപരമായ അനുഭവമാണ്. കാരണം അത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ സൂക്ഷ്മതയോട് ബന്ധമുള്ളതാണ്. ഇപ്പം കന്നുകാലികളെ, പോത്തിനെ, എരുമയെ അല്ലെങ്കിൽ പട്ടിയെ, കുരങ്ങിനെ എവിടെയെങ്കിലും കൊണ്ടുപോകാനാണെങ്കിൽ അതിൻ്റെ സൂക്ഷ്മത ഒന്നും നോക്കണ്ട, അതിനെ അടിച്ചുകൊണ്ടങ്ങ് പോയാൽ മതി. മനുഷ്യരെ അങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയെ മാനിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭൗമമായ ദൈവത്തോട് ബന്ധം പുലർത്തുകയും ആ ദൈവം നിങ്ങളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന തുറന്ന മനസ്സോടെ എളിമയിൽ അന്വേഷിച്ച് നിങ്ങളുടെ ആത്മീയ സ്വാതന്ത്ര്യത്തിൽ അത് മനസ്സിലാക്കി അതിനെ മരണം വരെ നിലനിർത്തുന്ന ആ അവസ്ഥയുടെ പേരാണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. അല്ലാതെ മറ്റാരെങ്കിലും പറഞ്ഞ് കിംവദന്തികളുടെ ആകത്തുകയാണ് ദൈവം എന്ന് വിചാരിച്ച് ജീവിതത്തെ പാഴാക്കി കളയുന്ന ആ അവസ്ഥയുടെ പേര് അടിമത്തമെന്ന് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ മതങ്ങൾ അതിപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ മനുഷ്യരെ അടിമകളാക്കുവാൻ മാത്രം പര്യാപ്തമാണ്. അത് യേശുവിൻ്റെ കാലത്തും അപ്രകാരം തന്നെയായിരുന്നു. യഹൂദൻ്റെ മതം കൊണ്ട് അവൻ അടിമത്വത്തിലായതിനോട് ആർദ്രതയിൽ പ്രതികരിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ അടിമകളെ വിടുവിക്കാൻ വന്നു. ആരാണ് ഈ അടിമകൾ? മതത്തിൻ്റെ അടിമകൾ, മതം കൊണ്ട് അടിമകളാക്കപ്പെട്ടവർ, ദൈവത്തെ അറിയുവാനും അനുസരിപ്പാനും സ്വാതന്ത്ര്യമില്ലാത്തവർ, സ്വന്തം വ്യക്തിത്വത്തോട് നീതി പാലിക്കുവാൻ അവകാശമില്ലാത്തവർ, അംശമായത് അത് കേട്ടുകേൾവിയിൽ കൂടെ പ്രാപിച്ച അംശമായതിനെ മാത്രം അള്ളിപ്പിടിച്ചുകൊണ്ട് അതിനപ്പുറത്ത് ദൈവമില്ല, അതിനപ്പുറത്ത് ലോകമില്ല, അതിനകത്ത് സാധ്യതയില്ല എന്ന മൗഢ്യത്തിൽ വസിക്കുന്നവരെല്ലാം ഈ അടിമത്വത്തിൻ്റെ കൂരിരുൾ താഴ്വരയിലാണ് എന്നതാണ് യേശു വിവക്ഷിക്കുന്നത് എന്നത് ഈ പ്രസ്താവനയിൽ കൂടെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത് ദൈവമാണ്, സ്വാതന്ത്ര്യം ദൈവം മനുഷ്യർക്ക് നൽകുന്ന അനുഗ്രഹമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ആ സ്വാതന്ത്ര്യത്തിൽ വസിക്കുവാനും ആ സ്വാതന്ത്ര്യം ദൈവത്തെ കൂടുതൽ സത്യസന്ധമായി ആത്മാവിൽ അന്വേഷിച്ച് മനസ്സിലാക്കി അനുസരണയിൽ അവനോടുള്ള ബന്ധത്തിൽ വളരുവാനുമുള്ള പ്രത്യേകമായ അനുഭൂതിയാണ്, അവസ്ഥയാണ്, അനുഗ്രഹമാണ് എന്നുള്ള തിരിച്ചറിവിലാണ് നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. അല്ലാഞ്ഞാൽ നമ്മൾ മതത്തിൻ്റെ അടിമകളായി പട്ടുപോകും എന്നതാണ് ഇതിനകത്തെ ഭീകരമായ യാഥാർത്ഥ്യം. അതുകൊണ്ട് നാം ഇന്ന് തിരിച്ചറിയേണ്ട ഒരു അടിസ്ഥാന തത്വം, നാം ഇപ്പോൾ അടിമകളാണ്. നാം അടിമകളാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
ദൈവത്തെ ആത്മാവിലും സത്യത്തിലും അറിയുവാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഇത് ശബരിക്കാരി സ്ത്രീയോടുള്ള സംഭാഷണത്തിൽ യേശു പറഞ്ഞതുപോലെ ഇന്നും നമ്മൾ അന്ധവിശ്വാസത്തിൻ്റെ അടിമകളാണ്. ദൈവം ആ മലയിലാണ്, ഈ മലയിലാണ്. അപ്പം മല എന്ന വാക്കിന് പകരം സഭ. ദൈവം ആ സഭയിലാണ്, ഈ സഭയിലാണ്. ദൈവം മാർത്തോമാക്കാരനാണോ, ദൈവം CSIക്കാരനാണോ, ദൈവം പെന്തക്കോസ്തുകാരനാണോ, ദൈവം കത്തോലിക്കനാണോ, അല്ലെങ്കിൽ ദൈവം സീറോ മലബാർ സഭയിലെ സിനഡ് പക്ഷക്കാരോടാണോ, അല്ലെങ്കിൽ വിമതരോടാണോ? ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? അപ്പോൾ ഈ ഒരു സങ്കല്പം, ഈ ഒരു പച്ചക്കള്ളം, ഈ പൈശാചികമായ തെറ്റിദ്ധാരണ, ഇതിൻ്റെ അടിമകളാണ് നാം. അതുകൊണ്ടാണ് ഇപ്പോൾ സീറോ മലബാർ സഭയിലെ അവസ്ഥയെപ്പറ്റി ഒന്ന് പരാമർശിച്ചപ്പോൾ അതിശക്തമായ തിരിച്ചടിയാണ്. ഞങ്ങളുടെ കാര്യത്തിൽ താനെന്തിനാണ് ഇടപെടുന്നത്? യേശുവിൻ്റെ ശരീരരക്തങ്ങളെപ്പറ്റി തെരുവിൽ വന്ന് തമ്മിത്തല്ലി പോലീസിനെ വിളിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കുമ്പോൾ അത് ശരിയല്ല. അത് സമൂഹത്തിൻ്റെ കണ്ണിൽ യേശുവിൻ്റെ നാമം അപമാനിതമാക്കി തീർക്കുന്ന അവസ്ഥയാണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ താനെന്തിനാണ്? എൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതിനപ്പുറത്ത് യാതൊന്നുമില്ല. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് പറയുന്നവനെ ഞങ്ങൾ ശരിയാക്കും. ഇതാണ് അടിമത്വത്തിൻ്റെ ജൽപ്പനം. ഇത് സീറോ മലബാർ സഭയിൽ മാത്രമല്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മാർത്തോമ സഭയിൽ ഒരു കാലത്ത് എനിക്ക് വളരെ സ്വീകാര്യതയുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടതിൽ എനിക്ക് ഒരു പരാതിയുമില്ല. പക്ഷേ സംഭവം ഇതാണ്: എന്തുകൊണ്ടാണ് തിരുമേനിമാരെ അടക്കുമ്പോൾ അവരെ കസേരയിലെടുത്ത് അടക്കുന്നതെന്ന് മാത്രം ഞാൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ മാർത്തോമ സഭയുടെ ബദ്ധശത്രുവായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അടിമത്വത്തിൽ വസിക്കുവാൻ മാത്രമുള്ള അവകാശം ജനങ്ങൾക്ക് നൽകുന്നതാണ് എല്ലാ സഭകളും. അത് യാക്കോബ സഭയിലും സംഭവിച്ചു. യാക്കോബ സഭയുടെ ബാവ, ശ്രേഷ്ഠ ബാവ ഇങ്ങനെ മരിച്ചു, കാലം ചെയ്തു. അവർ മരിക്കുകയല്ല, കാലം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരെ അദ്ദേഹത്തെ ഇങ്ങനെ ഇരുത്തി അടക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം? അവർക്കും വലിയ ദേഷ്യമാണ്. കാരണം എന്താണ്? സഭ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ, പാരമ്പര്യങ്ങൾ, അതിനപ്പുറത്തൊരു ദൈവമില്ല, അതിനപ്പുറത്തൊരു സത്യമില്ല, അതിനപ്പുറത്തൊരു വെളിച്ചമില്ല. അതങ്ങനെ അന്വേഷിക്കുന്നവൻ അപകടകാരിയാണ്, അവൻ ധിക്കാരിയാണ്, അവൻ നിരീശ്വരവാദിയാണ്, ആ സഭയ്ക്ക് അപകടമാണ്, അവൻ സാത്താനാണ്, സാത്താന്യ സന്തതിയാണ് എന്നുള്ള ധാരണ. ഇങ്ങനെ പ്രവർത്തിക്കുന്നവർ അടിമകൾ അല്ലെങ്കിൽ പിന്നെ ആരാണ്? നിങ്ങൾ ചിന്തിച്ചതോ? നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കണം. ദൈവമല്ലോ നമുക്ക് ചിന്തിക്കുവാൻ ആ ശക്തി നൽകിയത്. യേശുവല്ലോ ചിന്തിക്കുവാൻ നമ്മെ പഠിപ്പിച്ചത്. യേശുവല്ലോ അന്വേഷിക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നത് അഹങ്കാരമാണ് എന്ന് സഭകൾ പറയുമ്പോൾ നാം പഞ്ചപുച്ഛം അടക്കി അത് സ്വീകരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് അടിമത്വത്തിൻ്റെ സ്വഭാവം മാത്രമാണെന്നാണ് എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആരും സഭ വിട്ടു പോകണമെന്ന് നാളിതുവരെ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. കാരണം എല്ലാവർക്കും അവരുടേതായ ഭവനങ്ങൾ ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ ഭവനങ്ങളിൽ ജനിച്ച് വളർന്നവരാണ്. പക്ഷേ നാം ഒരു ഭവനത്തിൽ ജനിച്ച് വളരുമ്പോൾ തന്നെ ഈ ഭവനത്തിനപ്പുറത്ത് വളരെ വിശാലമായൊരു ലോകമുണ്ട് എന്നും ആ ലോകത്തോട് ബന്ധം പുലർത്തുവാനും അവിടെ അർത്ഥവത്തായ സംഭാവനകൾ ചെയ്യുവാനുമുള്ള വ്യക്തിത്വത്തിൻ്റെ വളർച്ച നമുക്ക് പ്രാപിക്കണമെന്നുള്ളത് സാമാന്യ ബുദ്ധിയാണ്. അല്ല, ഞാനൊരു ഭവനത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് ആ ഭവനത്തിൻ്റെ 4 ഭിത്തിക്കുള്ളിൽ വെളിയിലേക്ക് ഞാൻ പോവുകയില്ല. ഈ 4 ഭിത്തിക്ക് വെളിയിൽ നിൽക്കുന്നതെല്ലാം മ്ലേച്ഛതയാണ്, അമേദ്യമാണ് എന്ന് പറഞ്ഞ് ഞാനിരുന്നാൽ എന്നെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ട് കിടത്തേണ്ടി വരും. പക്ഷേ മതത്തിൻ്റെ മേഖലയിൽ നമ്മൾ തന്നെ പറഞ്ഞാൽ നമ്മൾ വലിയ വിശുദ്ധന്മാരായിത്തീരും. ഇത് തന്നെ അടിമത്വത്തിൻ്റെ ഒരു വലിയ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് ഏവർക്കും ഇന്ന് വേണ്ടത്, മരണാനന്തരം എനിക്ക് സ്വർഗമുണ്ടോ, സ്വർഗത്തിൽ പോയാൽ എനിക്ക് ലഭിക്കുന്ന മാളികയ്ക്ക് എത്ര മുറിയുണ്ട്, ഞാൻ നടക്കുന്ന വഴിയിൽ സ്വർണമാണോ, തങ്കമാണോ, പ്ലാറ്റിനമാണോ ധരിച്ചിരിക്കും, ഇതൊന്നും അല്ല നമ്മുടെ ആവശ്യം. നമ്മുടെ ആവശ്യം, നാം ഇന്ന് അടിമകളാണ്. അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സ്വാതന്ത്ര്യത്തിൽ ദൈവത്തെ അന്വേഷിച്ചറിയുകയും ആ അറിവിൽ വളർന്ന് അതിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് മനുഷ്യർക്ക് നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരത്തക്കവണ്ണം വളർന്നു വരുവാൻ ദൈവരാജ്യത്തെ കടുകുപണിയോട് ഉപമിച്ച യേശുവിൻ്റെ ദർശനം
ഒരു കടുകുമണിയിൽ കൂടെ ആകാശത്തിലെ പറവുകൾക്ക് അനുഗ്രഹം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ യേശുവിൻ്റെ വഴിയെ അതിൽ നടക്കുന്നതിന് പകരം യേശുവിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടിയ ചില നാടകങ്ങൾ, അർത്ഥശൂന്യമായ പരിപാടികൾ, അതിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. നിങ്ങളതിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഭീകരമായ അപാകതകളുണ്ട് എന്നും പോരായ്മകളുണ്ട് എന്നും തിരിച്ചറിഞ്ഞിട്ട് അതിന് ആ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വ്യക്തിപരമായ അന്വേഷണം നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി വെളിച്ചത്തിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ കൂട്ടാക്കണം എന്ന് അപേക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അടിമത്വത്തിൽ സ്വന്തം ജീവിതം നശിപ്പിച്ചു കളയുന്നത് നേട്ടമല്ല, അതൊരു ദുരന്തമാണ്. ആ ദുരന്തം ആർക്കും ഉണ്ടാകരുത്. ദൈവം വിഭാവന ചെയ്യുന്നതോ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും അത്ര ഞാൻ വന്നത്. ഒരു അടിമയ്ക്ക് ഒട്ടും അവകാശമില്ലാത്തതാണ് സമൃദ്ധമായ ജീവൻ. എന്നാൽ സ്വാതന്ത്ര്യത്തിലേക്ക്, അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ വ്യക്തികളുടെയും അടിസ്ഥാന മൗലികമായ അവകാശമാണ് സമൃദ്ധമായ ജീവൻ. അതുകൊണ്ട് യേശുവിൽ കൂടെ വിടുതൽ പ്രാപിക്കാതെ, അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ ആർക്കെങ്കിലും സമൃദ്ധമായ ജീവൻ പ്രാപിക്കാൻ നോക്കുമെന്ന് ചിന്തിച്ചാൽ അത് ലോകത്തിലേക്ക് വലിയ മൗഢ്യമായിരിക്കും. പിന്നെ ഈ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ ലോകത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന മഹനീയമായ ജീവിതത്തെ അടിമത്വത്തിൻ്റെ കൂരിരു താഴ്വരയിൽ കൊണ്ട് നശിപ്പിച്ചിട്ട് മരണാനന്തരം സ്വർഗത്തിൽ പോകാമെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. പരലോകം എന്നൊരു സങ്കല്പമുണ്ടെങ്കിൽ, ഒരു യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് ഇഹലോകത്തിൻ്റെ തുടർച്ച മാത്രമായിരിക്കും. അല്ലെങ്കിൽ നാം ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചാലും സ്വർഗമോ നരകമോ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല. നമ്മുടെ ഇഹലോകവാസത്തിൻ്റെ തുടർച്ചയാണ് മരണാനന്തര ജീവിതം എന്നതാണ് ഏറ്റവും പ്രത്യക്ഷമായ അർത്ഥം. ഈ ലോകത്തിൽ മനഃപൂർവ്വം അടിമകളായി ജീവിക്കുന്നവർ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്? എങ്ങനെയാണ് മരണാനന്തര ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കുന്നത്? നിങ്ങൾ ദയവായി ചിന്തിച്ചു നോക്കുകയും. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടോ ഇല്ലയോ, നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്ന ചോദ്യത്തിനൊരു ഉത്തരമേ ഉള്ളൂ. നിങ്ങൾ ഈ ലോകത്തിൽ സമൃദ്ധമായ ജീവൻ അനുഭവിക്കുന്നവരാണോ അല്ലയോ? അനുഭവിക്കുന്നവരാണെങ്കിൽ സംശയിക്കേണ്ട, മടിച്ചു നിൽക്കേണ്ട, ആകുലപ്പെടേണ്ട. നിങ്ങൾ നിത്യതയുടെ അവകാശികളാണ്. അല്ല, അടിമത്വത്തിൽ ആണ്ടുകിടന്ന് മനഃപൂർവ്വം നിങ്ങളുടെ ജീവിതത്തെ കുട്ടിച്ചോറാക്കുന്ന നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കാൻ യാതൊരു സാധ്യതയുമല്ല നിങ്ങൾക്കും എനിക്കും ഇല്ല എന്ന പരമമായ വളരെ സുതാര്യമായ സത്യം ഈ അന്തിമ വേളയിലെങ്കിലും നമുക്ക് ഒരുമിച്ച് തിരിച്ചറിയുവാൻ ഇടയാകട്ടെ. ആ തിരിച്ചറിവ് നമ്മുടെ വിടുതലിൽ നിദാനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ